ഫീലിങ്ങോടെയാണ് അവിടെ നിൽക്കുന്നത്. സിബി സാറും ലാൽ സാറുമായിട്ട് ഒരുപാട് സിനിമകൾ ഈ സിനിമ ഇറങ്ങുന്നതിന് മുൻപ് വരികയും അതിൽ സഹകരിക്കുകയും അതിൻ്റെ കൂടെ യാത്ര ചെയ്യുകയും ചെയ്ത് കാലത്തിന് തൊട്ട് കുറച്ച് മുൻപ് റിലീസ് ചെയ്ത എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നുന്ന 2-3 സിനിമകളാണ് ദശരഥവും പിന്നെ സിബി സാർ ചെയ്ത വേറെ മറ്റേ എം ടി സാറിൻ്റെ ഒരു സിനിമ, ഈ സിനിമയൊക്കെ മനസ്സിലങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് ഈ കാലഘട്ടത്തിലാണെങ്കിൽ എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഈ പടങ്ങളെല്ലാം അന്ന് കണ്ടപ്പോൾ ഒരു 10-20 വർഷമോടെ കഴിഞ്ഞ് വരേണ്ട പടമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും എടുത്തു പറയുന്ന ഒരു ചിത്രമാണ് ദേവദൂതൻ എന്ന ചിത്രം. അപ്പോൾ കോക്കസിൻ്റെ ബാനറിലും മോഹൻലാൽ സാറിൽ നിന്ന് സിയാ സാറിൻ്റെ ഒരുപാട് സിനിമകൾ ആ കാലഘട്ടങ്ങളിൽ വരികയും വലിയ വിജയങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സിബി സാറിൻ്റെയും ലാൽ സാറിൻ്റെയും കൂട്ടുകെട്ടിൽ സിയാ സാറിൻ്റെ കോക്കസ് നിർമ്മിച്ചിരിക്കുന്ന ഈ ചിത്രം വലിയൊരു വിജയമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇതുപോലെ ഇനിയുള്ള ചിത്രങ്ങൾ ഇതേ കൂട്ടുകെട്ടിലൂടെ ഉണ്ടാകാൻ വേണ്ടി ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അതിയായ സ്നേഹത്തോടെ നിർത്തുന്നു. നന്ദി പറയാം. എനിക്ക് ഞാൻ എൻ്റെ മനസ്സോട് ചേർത്ത് പിടിച്ച ഒരു സിനിമയാണ് ദേവദൂതൻ. മനസ്സിൽ കണ്ടതിനും അപ്പുറം ഇതിനെ മനോഹരമാക്കിയ സംവിധായകനാണ് എൻ്റെ പ്രിയപ്പെട്ട സിബി. അതിന് കൂടെ നിന്ന ആളാണ് സിയാദ്. ഇതിൽ പങ്കെടുത്ത അതിന് വേണ്ട ഈ ഭംഗി നൽകിയ എല്ലാവരും എൻ്റെ പ്രതീക്ഷയ്ക്കും അപ്പുറമാണ് അതിൽ നിറങ്ങൾ വാരി വിതറിയത്. ഈ സിനിമ ഞാൻ പ്രതീക്ഷിച്ചത് അത്ര ആൾക്കാരൊന്നും അങ്ങനെ കണ്ടില്ല എന്ന് മനസ്സിലാക്കിയ നിമിഷം ഞാൻ മനസ്സുകൊണ്ട് ഈ സിനിമയോട് ഡിറ്റാച്ച് ആകുന്നില്ല. അത് എനിക്ക് തന്നെ സംരക്ഷിക്കാൻ ഉണ്ടായിരുന്നു. സാവകാശമാണ് ഈ സിനിമയെ പ്രവർത്തിച്ചുകൊണ്ട് ധാരാളം സന്ദേശങ്ങളും എഴുത്തുകളുമൊക്കെ എനിക്ക് നിരന്തരം വരാറുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ ദിവസം വരെ ഉണ്ട്, ഇഷ്ടംപോലെ വരാറുണ്ട്. ചിലർക്കൊക്കെ ഞാൻ തമാശ രൂപത്തിൽ മറുപടിയൊക്കെ എഴുതാറുണ്ട്. എന്നോട് ഒരു കാര്യമായിട്ടൊരു ട്രെയിൻ യാത്രയിൽ ഒരാൾ പറഞ്ഞു, ഇത് കാലം തെറ്റി ഇറങ്ങിയ സിനിമയാണ്. അപ്പം ഞാൻ പറഞ്ഞു, സിനിമയൊക്കെ കറക്റ്റ് സമയത്താണ് ഇറങ്ങിയത്, നിങ്ങൾ വരാൻ വൈകിപ്പോയതാണ്. അല്ലാതെ ഈ കാലം തെറ്റിയ സിനിമ, കാലം തെറ്റിയ അങ്ങനെ ആരെയും നമ്മൾ കണ്ടിട്ടില്ല. കാലം തെറ്റി നമുക്ക് മുമ്പിൽ ജനിച്ച ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല ഇന്ന് വരെ. ഇനി കാലം തെറ്റിയ സിനിമ 20 വർഷം കഴിഞ്ഞിട്ടാണ് ഈ സിനിമ എടുക്കേണ്ടതെങ്കിൽ അന്ന് എൻ്റെ കൂടെ ആരാ ഉണ്ടാവുക? നമ്മളൊക്കെ പിന്നെയും പോകട്ടെ. കാലം തെറ്റിയൊന്നുമല്ല, എവിടെയോ എന്തോ ആർക്കോ എന്തോ ആരോടോ പറയാനുണ്ടെന്ന് വിശാൽ കൃഷ്ണമൂർത്തി പറയുന്നത് മാതിരി ആ പറയാനുണ്ടായിരുന്ന ആൾക്കാരിൽ എത്തിയിട്ടുണ്ടാവില്ല എനിക്ക് വന്നത്. ഇപ്പോഴേ എനിക്ക് തോന്നുന്നു ഇപ്പം എല്ലാവർക്കും മനസ്സിലാവുന്നു. 100% നിറഞ്ഞ മനസ്സോടെ ഞാൻ പറയുകയാണ്, എനിക്ക് ഇത് ഇപ്പോൾ ഒരു പുതിയ സിനിമയാണ്. ഈ സിനിമ പൂർണ്ണമായും ഒരു വിജയമായി മാറും എന്ന ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. എൻ്റെ അക്ഷരങ്ങൾ സത്യമാണ്. ഈ സിനിമ പൂർവാധികം ഭംഗിയായി വിജയിച്ചിരിക്കും. 24 വർഷങ്ങൾക്ക് ശേഷം ഈ സിനിമ വീണ്ടും റീ-റിലീസ് ഞാൻ പറയില്ല, ഈ സിനിമ വീണ്ടും വരികയാണെങ്കിൽ അതിൻ്റെ കാരണക്കാരനും മോഹൻലാലാണ്. ഇന്നും ഇവിടെയും ലാലുണ്ട്. അതിൻ്റെ ഒരു പ്രകാശം വളരെ പ്രധാനമാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു 24 വയസ്സ് പെട്ടെന്ന് വീണ് കിട്ടിയ പോലെ. ഞാനിപ്പോൾ 2000-ലാണ് നിൽക്കുന്നത്. നിങ്ങളുടെ ഒന്നും എനിക്കറിയില്ല. ഞാൻ 2000-ലെ ആൾക്കാരെയാണ് കാണുന്നത്. 2000-ല് അന്നത്തെ സിബി, അന്നത്തെ സിയാദ്, അന്നത്തെ ലാല്, അന്നത്തെ രഞ്ജിത്ത്. ഞാൻ രഞ്ജിത്തിനൊക്കെ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു. അതിന് ശേഷം ഞാൻ രഞ്ജിത്തിനെ ഇപ്പോഴാണ് കാണുന്നത്. എനിക്ക് തോന്നുന്നു അന്നത്തെ ആ രഞ്ജിത്തിനൊക്കെ ആ യാത്രകളും സംസാരങ്ങളും എല്ലാം ഇങ്ങനെ ഞാനിത്ര ഇമോഷണലായി പോയി സത്യം പറയാൻ അവിടെ ഇരിക്കുന്നത്. പലതും എന്നെ എത്രയോ പേര് എൻ്റെ അടുത്ത് തമാശയോടെ സംസാരിച്ചിട്ടുണ്ട്. അതായത് സമയത്തിന് മുൻപേ നിങ്ങൾ ആരത് ഇറക്കാൻ പറഞ്ഞെന്നൊക്കെ ചോദിച്ചു. അത് ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ സമയത്തിനെത്തി വന്നു എന്നൊക്കെ പറയുന്ന ഒരു വെറും
ബോഷ്കായ വർത്താനം. അന്ന് ആൾക്കാർ കണ്ടിട്ടില്ല അത്രയും. പക്ഷേ ഇപ്പോൾ ഈ സിനിമ നിങ്ങൾ അന്ന് കണ്ട ദേവദൂതനെ അല്ല. അന്ന് ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഇല്ല. ഇത് 100% ഒരു ഫ്രഷ് സിനിമയാണ്, പുതിയ സിനിമയാണ്, പുതിയ മോഹൻലാൽ ചിത്രം, പുതിയ സിബി മലയിൽ ചിത്രം, പുതിയ സിയാദ് ഡോക്ടർ ചിത്രം. നിങ്ങൾ കണ്ടു നോക്കണം. വളരെ രസമാണ്, വളരെ മനോഹരമാണ്. എൻ്റെ ജീവിതം ഇന്ന് മുതൽ 4K റെസൊല്യൂഷൻ. ഇന്ന് മുതൽ ഞാൻ എല്ലാ അറ്റ്മോസ്ഫിയറാണ് പോയിക്കുക. ആരെന്ത് പറഞ്ഞൊരു അറ്റ്മോസ്ഫിയറാണ് പോയി. എന്തൊരു രസമാണ് 4K റെസൊല്യൂഷൻ. അതായത് മുൻപ് ഞാൻ വിവാഹിതനാണ്. അപ്പൊ എൻ്റെ ആ ദാമ്പത്യത്തെ ഞാനിപ്പോ കാണുന്നത് റിലീസ് ചെയ്യുക. ഭയങ്കര രസമാണ്. എൻ്റെ സമയത്തോളം എനിക്ക് എല്ലാ പടങ്ങളും 4K ആക്കണം പറ്റുമെങ്കിൽ സാധിക്കില്ല. അതുകൊണ്ട് ഞാൻ 4K ആക്കി. അതുകൊണ്ട് ഇന്ന് മുതൽ നിങ്ങളെല്ലാവരും 4K ആണ്. എന്താണ് ഈ 4K എന്നൊക്കെ കാര്യമായിട്ട് ചോദിച്ചാൽ മതി, സന്തോഷം പറഞ്ഞു തരും. എനിക്ക് തോന്നുന്നു 68K ഒക്കെ ഉണ്ട്. പണ്ട് ഞങ്ങൾ ഈ ഫിലിമിൽ ഷൂട്ട് ചെയ്യുമ്പോൾ അത് 16K ഒക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ജനറേഷൻ അറിയുന്ന ഒരു വാക്കാണ് 4K അല്ലെങ്കിൽ അറ്റ്മോസ്. അതെ, അങ്ങനെ കാണും. അതുകൊണ്ട് ഒരു 4K മോഹൻലാലിനെ കാണാൻ നിങ്ങൾ ക്ഷണിക്കുന്നു, 4K സിബിയെ കാണാൻ നിങ്ങൾ ക്ഷണിക്കുന്നു, 4K ദേവതയെ കാണാൻ ക്ഷണിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും സന്തോഷം. നന്ദി, നമസ്കാരം. ഞാൻ ഏറ്റവും കൂടുതൽ മാറ്റം ഉണ്ടായിട്ടുള്ളത് എനിക്ക് തോന്നുന്നു. കാരണം അന്ന് എൻ്റെ ഈ ഇടതുവശം മുഴുവൻ വർക്ക് ചെയ്യായിരുന്നു, ഇന്നത് വർക്ക് ചെയ്യില്ല. പക്ഷേ ഞാനതിനെ ഭയപ്പെടുന്നില്ല. ഇതുപോലെ ഞാനും പുതിയ ഒരാളായിട്ടാണ് വരുന്നത്. ദേവദൂതൻ പുതുതായിട്ട് വരുന്നത് പോലെ ഞാനും പുതിയ ആളായിട്ട് വരുന്നു. എനിക്ക് നല്ല ഉറപ്പുണ്ട്. ലാലിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു 39 കൊല്ലം മുമ്പ് ചെയ്തിട്ടുള്ള ഒരു പാട്ട് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നു. പാടാൻ വയ്യായിരിക്കും ബുദ്ധിമുട്ടുന്നത്. മഴനീർത്തുള്ളിയെ മുത്തായി മാറ്റും നന്മണിച്ചിപ്പിയെ പോലെ, നന്മണിച്ചിപ്പിയെ പോലെ, നറുനൈ വിളക്കിനെ താരകമാക്കും സാമഗാനങ്ങളെ പോലെ, സാമഗാനങ്ങളെ പോലെ. ഒരു പാട്ട്. ശരിക്ക് അന്ന് ചെയ്തിട്ടുള്ള പടം ഒരു മഴനീർത്തുള്ളിയായിരുന്നു. പക്ഷേ ആ മഴനീർത്തുള്ളി കാലത്തിൻ്റെ ചിപ്പിക്കകത്ത് ഇരിക്കുകയും അത് മുത്തായി മാറുകയും ചെയ്തിട്ടാണ് ഇന്ന് 24 വർഷങ്ങൾക്ക് ശേഷം വരുന്നത്. അതുകൊണ്ട് അന്നത്തെ മഴത്തുള്ളിയല്ല ഇന്നത്തെ മുത്ത്. അതിനേക്കാൾ എത്രയോ വില പിടിച്ചതാണ് മുത്ത്. തീർച്ചയായിട്ടും ഇത് സിബിയുടെയും പിന്നെ ഇവരുടെ ഞങ്ങളുടെ എല്ലാവരുടെയും പരിശ്രമം കൊണ്ട് ഉണ്ടായിട്ടുള്ള ഈ സൃഷ്ടി കൂടുതൽ കുട്ടികളുടെ പുതിയ തലമുറയിലേക്ക് പടരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എൻ്റെ പാട്ടുകളിൽ നിന്ന് ധാരാളം കേൾക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പിന്നെ ഒരു കാര്യം, പല കാര്യങ്ങളും എനിക്കിപ്പോൾ പുതിയതായിട്ട് തോന്നുന്നുണ്ട്. ഞാൻ താഴത്തുനിന്ന് സിബിയുടെ കുടുംബത്തിനെ കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർക്കുന്നത് ആലുവയിലെ പള്ളിയിൽ വെച്ച് സിബിയുടെ മാരേജാണ്. ഇതുപോലെ ഓരോരാൾക്കും ഇപ്പോൾ നമ്മുടെ അദ്ദേഹത്തിനെ കാണുമ്പോൾ ചിപ്പിയാണ് എനിക്ക് ഓർമ്മ. ചിപ്പി എൻ്റെ പടങ്ങൾ 2 പടങ്ങളിലാണ് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള പടത്തിൽ വർക്ക് ചെയ്തിട്ടുള്ളത്. രഞ്ജിത്തിൻ്റെ അന്ന് രഞ്ജിത്തിൻ്റെ കുടുംബമായിട്ട് വരുന്നത് നമുക്കറിയില്ലല്ലോ. അന്ന് കല്യാണത്തിന് പോലും എനിക്ക് പോകാൻ പറ്റിയില്ല. ഇതൊക്കെ എനിക്ക് ചിപ്പിയോട് പറയണം. കാരണം അതിലും കുട്ടികളൊക്കെ വലുതായി. പക്ഷെ ഇപ്പോഴും എനിക്ക് ഇതൊക്കെ വളരെ ചെറുതായിട്ട് തോന്നുന്നു. ലാലിനെ ഞാൻ കാണുന്നത് വെച്ചാൽ, ഞാൻ തിരുവനന്തപുരത്തെ അമ്പലത്തിൽ ശാന്തിയുള്ള കാലത്ത് നെടുമുടി വേണുവിൻ്റെ കൂടെ ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുന്ന കാലത്ത് അന്ന് കണ്ടിട്ടുള്ള ലാലാണ് ഞാൻ ഇപ്പോഴും കാണുന്നത്. ഈ കാലമൊന്നും അദ്ദേഹത്തിന് ബാധിച്ചിട്ടില്ല. അതാ ഏറ്റവും വലിയ കാര്യമാണ്. അത് ഈ പറഞ്ഞ പോലെ ഒരു മഴത്തുള്ളി മുത്തായി മാറിയതാണ്, അല്ലാതെ അത് വെറുതെ പാഴായി പോയിട്ടില്ല. ആ മുത്തിനെ ആണ് നമ്മൾ കാണുന്നത്, എപ്പോഴും കാണുന്നത്. ഇത് ഒരു 10 കൊല്ലം മുമ്പ് ആലപ്പുഴയിലുള്ള ഒരു ഷേണായി എന്ന് പറഞ്ഞ ഒരു സുഹൃത്ത് പാട്ടിൻ്റെ ഭയങ്കര പ്രമാണമാണ്. അതാണ് എന്നോട് വിളിക്കാൻ കാരണം. അന്ന് എന്നോട് പറഞ്ഞു, ഈ ദേവദൂതൻ എന്ന് പറഞ്ഞ പടം ശരിക്കും ആൾക്കാർ കണ്ടിട്ടില്ല, അത് കാണിക്കണമായിരുന്നു, നമുക്ക് സിബി സാറിനോട് പറയണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറയാമെന്ന് പറഞ്ഞു. ഞാൻ സിബിയോട് പറയുകയും ചെയ്തു. പക്ഷെ അന്ന് സിബിക്ക് ഇത്ര ഒരു മൂഡ് വന്നിട്ടില്ല. തീർച്ചയായിട്ടും ആ ഒരു 10 കൊല്ലം മുമ്പ്
ഷേണായി ആഗ്രഹിച്ച സംഭവം എനിക്ക് ഷേണായി വിളിച്ച് പറയണമെന്നുണ്ട്. അയാളെ നമ്പർ ഓർമ്മയില്ല ഇല്ലേ. നമ്മൾ ഈ പുനർജനനം തീർച്ചയായിട്ടും അന്ന് 10 കൊല്ലം മുമ്പ് ഷേണായി ആഗ്രഹിച്ചതാണ്. അങ്ങനെ ആഗ്രഹിക്കുന്ന എത്രയോ ലക്ഷക്കണക്കിന് മനുഷ്യരുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. അവർക്കെല്ലാം ഇതൊരു സുവർണ അവസരമാണ്. ഈ അവസരം എല്ലാവരും സ്വീകരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നമസ്കാരം. അപ്പം ആദ്യമായിട്ട് സ്ക്രീനിൽ കാണുന്നത് മുദ്ര എന്ന് പറയുന്ന സിനിമയിലൂടെയാണ്. അതുപോലെ എൻ്റെ മുഖം ഇന്നും ഓർക്കാൻ എനിക്കൊരു സിനിമ തന്നത് സിബ് സാറാണ്, ദേവദൂതൻ. വളരെയധികം സന്തോഷത്തോടുകൂടി, ബഹുമാനത്തോടുകൂടിയും ആദരവോടുകൂടിയും ഞാൻ ഈ സിനിമയുടെ ഭാഗമാകാൻ സാധിച്ചതിൽ അദ്ദേഹത്തോടും ഇതിൻ്റെ എല്ലാ പ്രവർത്തകരോടും നന്ദി പറയുന്നു. ലാലേട്ടനും ഞാനുമായിട്ട് ഒരുപാട് സിനിമകൾ എൻ്റെ ലാലേട്ടൻ്റെ കുട്ടിക്കാലം അഭിനയിച്ചിട്ടും അത് കഴിഞ്ഞ് ഭരതം എന്ന് പറയുന്ന സിനിമ ചെയ്യുമ്പോഴും അതൊക്കെ കഴിഞ്ഞ് വീണ്ടും ദേവദൂതൻ എന്ന് പറയുന്ന സിനിമയിൽ എത്തിയപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ആദ്യത്തെ ഒരു സീൻ ഞാൻ നടന്നു വരുന്ന അപ്പോഴാണ് എൻ്റെ അടുത്ത് ഈ ക്യാരക്ടർ എന്താണെന്ന് സിബ് സാർ പറഞ്ഞു തരുന്നത്. അതൊരു എനിക്കറിയില്ല, ഞാൻ ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നതെന്ന് ഒന്നും അറിയില്ല. ആ ഒരു ഷോട്ട് എടുത്ത് ഞാൻ ഇറങ്ങി വരുമ്പോഴാണ് ഞാൻ ലാലേട്ടനെ കുറേ നാളുകൾക്ക് ശേഷം കാണുന്നത്. അപ്പോൾ വീണ്ടും അദ്ദേഹത്തിനോട് വർക്ക് ചെയ്യാൻ ചെയ്തത് സന്തോഷമൊക്കെ അന്ന് തന്നെ വളരെ വളരെ എക്സൈറ്റ് ചെയ്യിപ്പിച്ച കുറേ ഘടകങ്ങളാണ്. ദേവദൂതൻ്റെ ഷൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് രഞ്ജിയേട്ടൻ പറഞ്ഞതുപോലെയുള്ള ചില അനുഭവങ്ങൾ ഉണ്ടായെങ്കിൽ അതിനേക്കാളൊക്കെ എന്നെ എപ്പോഴും എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നത് അതിനകത്തുള്ള ആ ഒരു പാട്ടാണ്. കാരണം കൈപിടിച്ചാൽ എന്നുള്ളൊരു സോങ്, അങ്ങനെ ഒരു പാട്ടിൻ്റെ ഭാഗമാവുക ദാസേട്ടൻ്റെ ശബ്ദത്തിൽ ഗജപുരം സാറിൻ്റെ വരികൾ അതിമനോഹരമായിട്ട് വിഷ്വലൈസ് ചെയ്ത ആ ഒരു പാട്ടിൻ്റെ ഭാഗമായിട്ട് അഭിനയിക്കാൻ സാധിച്ചു എന്നുള്ളത് എൻ്റെ ഒരു വലിയ ഭാഗ്യമാണ്. അതുപോലെ എനിക്ക് എൻ്റെ ഒരു അനുഭവം വളരെ രസകരമായിട്ടുള്ളൊരു അനുഭവം, എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യം, ആ സിനിമയുമായി ബന്ധപ്പെടുത്തിയൊരു കാര്യം ഇനി വീണ്ടും കാണുമ്പോൾ നിങ്ങൾ തിയേറ്ററിൽ നിന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ പറയുന്നു. ഞാൻ ആദ്യമായിട്ട് ദേവദൂതൻ തിയേറ്ററിൽ കാണുന്നത് NS തിയേറ്റർ എന്ന് പറയുന്ന കണ്ണൂരിലുള്ള തിയേറ്ററിലാണ്. അപ്പം അന്ന് എൻ്റെ മുഖം സ്ക്രീനിൽ കണ്ടപ്പോഴോ അല്ലെങ്കിൽ അതിനകത്തുള്ള മറ്റ് സീനുകൾ കണ്ടപ്പോഴോ അല്ല ഞാൻ ഏറ്റവും എക്സൈറ്റഡ് ആയത്. അതിനകത്ത് ഏറ്റവും എക്സൈറ്റഡ് ആയത് എൻ ജീവനെ എന്ന് പറയുന്നൊരു സോങ് ഉണ്ട്, നിങ്ങൾ കേട്ടൊരു സോങ്ങാണ്. അതിനകത്ത് കരളേന്നും കൈ പിടിച്ചാൽ സോങ്ങിൻ്റെ ഒരു ഹമ്മിങ് വരും. അത് സറൗണ്ടിലേക്ക് അന്ന് മിക്സ് ചെയ്തത്, ഇപ്പോൾ ശ്രീ സാർ പേര് പറഞ്ഞല്ലോ, അദ്ദേഹം അതിഗംഭീരമായിട്ടാണ്. ആ ഒരു മൊമെൻറ്റിൽ ഞാൻ ശരിക്കും അന്ന് എക്സൈറ്റഡ് ആയിട്ടുള്ള ഗൂസ് ബംസ് വന്നൊരു മൊമെൻ്റാണ്. അത് വീണ്ടും തിയേറ്ററിൽ 4K വരുമ്പോൾ അറ്റ്മോസിൽ മിക്സ് ചെയ്ത് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ സിനിമയുടെ റിലീസ് ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും, ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തിയേറ്ററിൽ ആദ്യം ഇറങ്ങിയപ്പോൾ വിജയിക്കാതെ പോയൊരു സിനിമ, സാമ്പത്തികമായിട്ട് വിജയിക്കാതെ പോയ സിനിമയുടെ വിജയം എപ്പോഴും സാമ്പത്തികമായിട്ട് തന്നെ ആയിരിക്കണമെന്നില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ദേവദൂതൻ. കാരണം അത് പ്രേക്ഷകരുടെ മനസ്സിലാണ് വിജയിക്കുന്നത്. ആ വിജയത്തിൻ്റെ ഭാഗമായി ഇവിടെ നിൽക്കുന്നു എന്നുള്ളതിൽ ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാവരും തിയേറ്ററിൽ വന്ന് ഈ സിനിമ കാണുമെന്ന് പറയുന്നു. താങ്ക് യു സോ മച്ച്. വളരെയധികം സന്തോഷം തോന്നുന്ന നിമിഷങ്ങൾ. ഇതിലേറ്റവും ശരിയാക്കായിട്ട് ഞാൻ ചോദിക്കാറുള്ളത് വളരെ ഭാഗ്യം വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ സിനിമ ഇത് ഫിലിമിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഞാൻ ചോദിച്ചത് എങ്ങനെ കിട്ടി? കാര്യം ഇത് 24 വർഷം കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനൊരു സിനിമ ചിലപ്പോൾ ലാബിൽ നിന്നൊക്കെ നഷ്ടപ്പെട്ടു പോകാം. പക്ഷെ അതാണ് ഭാഗ്യം എന്ന് പറയുന്നത്. ആ സിനിമയുടെ പ്രിന്റ് പ്രസാദനുണ്ടായിരുന്നു. ഒരുപാട് സിനിമകളുടെ പ്രിന്റുകളില്ല, അതെല്ലാം നഷ്ടപ്പെട്ടു പോകും, ഇതൊന്ന് പ്രോപ്പറായിട്ട് പ്രിസർവ് ചെയ്തില്ല. അപ്പൊ അതിൽ നിന്ന് തന്നെ ഈ സിനിമയ്ക്ക് എന്തോ ഒരു ഭാഗ്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിൽ പറയുന്നത് ആർക്കോ ആരോടോ എന്തോ പറയാനുണ്ട്. പക്ഷെ ഇപ്പം ഞങ്ങൾ മനസ്സിലാക്കുന്നു, ഞങ്ങൾക്ക് നിങ്ങളോട് എന്തോ പറയാനുണ്ട്. ഈ സിനിമ അത്രയും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമകളിലൊന്നാണ്. ആസ് ആൻ ആക്ടർ ഇപ്പോഴും ഞാൻ ഇടയ്ക്ക് ഇരുന്ന് ഇതിൻ്റെ സിനിമകളിലെ പാട്ടുകൾ കാണാറുണ്ട്. എന്തൊരു മഹാനുഭാവനായാലും മറ്റു പാട്ടുകളൊക്കെ ഞാൻ കാണാറുണ്ട്. ഇതിൽ എൻ്റെ കൂടെ അഭിനയിച്ചിരിക്കുന്ന ആൾക്കാരെ ഞാനിപ്പോൾ ഓർക്കുകയാണ്. ജയപ്രതാപ്, വിജയലക്ഷ്മി, മുരളിച്ചേട്ടൻ, ഒരുപാട് പേര്, അവരെയൊക്കെ ഞാൻ ഓർക്കുന്നു. എന്തുകൊണ്ട് ഈ സിനിമ ഓടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ പോലെ ഇത് കാലം തെറ്റി വന്ന സിനിമ എന്നൊന്നും പറയുന്നില്ല. എന്തെങ്കിലും കാരണം കാണും. അന്ന് ആർക്കും എന്തോ ആരോടോ പറയാനുള്ളതെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല. തീർച്ചയായിട്ടും ഞാൻ ശിവയോട് ചോദിക്കായിരുന്നു, നമുക്ക് ഒരു സിനിമ ഒരു പക്ഷേ മറ്റു സിനിമകളുടെ കൂടെ ഇറങ്ങിയത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആ സിനിമയുടെ ഒരു പേസ് ആൾക്കാരിലേക്ക് എത്താൻ സാധിക്കാത്തത് കൊണ്ടായിരിക്കാം. പക്ഷെ അന്ന് ഈ സിനിമ കണ്ടപ്പോൾ എല്ലാം അത്ഭുതമായിരുന്നു. അതിൻ്റെ സൗണ്ട് ആയാലും മ്യൂസിക് ആയാലും ക്യാമറ ആയാലും എല്ലാം. പിന്നെ എന്തുകൊണ്ട് ഓടിയില്ല? എത്രയോ വലിയ സിനിമകൾ, നല്ല സിനിമകൾ ഓടാതിരുന്നിട്ടുണ്ട്. അത് എന്തുകൊണ്ടെന്ന് ചിന്തിക്കാൻ പോയാൽ അതിനൊരു കറക്റ്റായിട്ടുള്ള പ്രോപ്പർ ആൻസർ ഉണ്ട്. ഒരുപാട് കാരണങ്ങളുണ്ടാവും. പക്ഷേ സിബി അതിനെ വീണ്ടും റീഎഡിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് ഇപ്പോൾ ഈ സിനിമ എങ്ങനെ കാണിക്കണം, ഞങ്ങൾക്ക് നിങ്ങളോട് എന്ത് പറയാനുണ്ട്
എന്തോ പറയാനുള്ളത് നിങ്ങളെ കാണിക്കാനായിട്ട്. അത് അദ്ദേഹം മനോഹരമായി ചെയ്തിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ ജീവിതത്തിലെ, സിനിമാ ജീവിതത്തിലെ ഏറ്റവും നല്ല സിനിമകൾ തന്ന സംവിധായകനാണ് അദ്ദേഹം. എൻ്റെ ആദ്യത്തെ സിനിമ മുതൽ, മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ മുതലുള്ള ബന്ധമാണ്. എത്രയോ നല്ല സിനിമകൾ. ഇപ്പം ആൻ്റണി ഇവിടെ പറഞ്ഞ സിനിമ, 2 സിനിമകൾ എന്ന് പറഞ്ഞാൽ സതയം, ഒരു സിനിമ സതയമാണ്. പിന്നെ ഈ സിനിമയെ കുറിച്ച് പറഞ്ഞു ദശരഥം. അതൊക്കെ ആ സമയത്ത് എന്തുകൊണ്ട് ഓടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു കാരണമല്ല. പക്ഷെ അതൊക്കെ പിൽക്കാലത്ത് എന്താണ്, യൂട്യൂബിലായാലും അല്ലെങ്കിൽ ടെലിവിഷനിലായാലും അല്ലെങ്കിൽ ചെറിയ ചെറിയതൊക്കെ ഇപ്പോഴും ആളുകളുടെ മനസ്സിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഒരു സമയത്ത് ഇങ്ങനെ ഒരു തോട്ട് ഉണ്ടായ ആ ഒരു ചിന്ത ഇത് തോന്നിപ്പിച്ച ആ ദൈവത്തിന് ആദ്യം നന്ദി പറയണം, അല്ലെ? ഇങ്ങനൊരു സിനിമ ഇത് വീണ്ടും നിങ്ങൾക്ക് ഇത് ആളുകളിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്ന് ചിന്തിച്ച ആ മനസ്സിന് നന്ദി പറയുന്നു. ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. എനിക്ക് ആസ് ആൻ ആക്ടർ ഏറ്റവും വളരെ വേണ്ടപ്പെട്ട ഒരു സിനിമയാണ്. വളരെ അത്യപൂർവമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഹിന്ദി സിനിമകളൊക്കെ വീണ്ടും ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളൊക്കെ എടുത്ത് കളർ ചെയ്തൊക്കെ വീണ്ടും കാണിച്ചിട്ടുണ്ട്. പക്ഷെ അതുപോലല്ല, ഇവിടെ പ്രോപ്പറായിട്ട് ഒരു സിനിമ അല്ലെങ്കിൽ അതിൻ്റെ ഫിലിം സൂക്ഷിക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളില്ല. കാര്യം പല ലാബുകളും ഇപ്പോൾ ഇല്ല, അതൊക്കെ മാറിപ്പോയി. ഇവിടെയൊക്കെ വലിയ കെട്ടിട സമുച്ചയങ്ങൾ വന്നു. അപ്പോൾ അതിൽ ഒരുപാട് സിനിമകളുടെ പ്രിൻ്റൊക്കെ നഷ്ടപ്പെട്ടു പോയി, എത്രയോ സിനിമകളുടെ. പക്ഷേ ഇത് അവിടെ ഇരുന്നത് വീണ്ടും ഈ സിനിമ കേരളത്തിലെ പ്രേക്ഷകർ അല്ലെങ്കിൽ ലോകത്തിലുള്ള മലയാളികൾ കാണണം, അല്ലെങ്കിൽ മറ്റു ഭാഷയിലുള്ള ആൾക്കാർ കാണണം എന്നുള്ള അതിൻ്റെ അകത്തുള്ളൊരു ആഗ്രഹം ഈ സിനിമയ്ക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം സിയാർക്കയുടെയും എൻ്റെയും അല്ലെങ്കിൽ സിബിയുടെയും ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും, ഇതിൽ പ്രവർത്തിച്ച എല്ലാവരുടെയും ഒരു ആഗ്രഹവും സ്നേഹവും ആ സിനിമയിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് അത് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. ആ സിനിമയ്ക്ക് എല്ലാ ഭാവുകങ്ങളും ഞാൻ നേരുന്നു. ഞാനും അതിൻ്റെ ഒരു ഭാഗമാണ്. എന്നാലും എല്ലാവിധ ഭാവുകങ്ങളും ആ സിനിമയ്ക്ക് ഉണ്ടാകട്ടെ. നല്ല നല്ല സിനിമകൾ ഉണ്ടാകട്ടെ. അത്തരം സിനിമകൾ കാണാൻ നല്ല പ്രേക്ഷകരുണ്ടാകട്ടെ. ആ സിനിമകളിലൊക്കെ അഭിനയിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം ഉണ്ടാകട്ടെ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ലാലേട്ട.